അപ്പോൾ നമ്മുടെ IB-യിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിന് മുൻപായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 650 രൂപേൻ്റെ അടുത്തൊരു അപേക്ഷാ ഫീസ് ഉണ്ട്. പിന്നെ 3 ടയർ എക്സാം ആണ് വരുന്നത്. 3 ടയർ എക്സാം ആണ് ഇതിന് വരുന്നത്. ദെൻ ഓൾസോ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഇതിന് മുമ്പ് ഒരുപാട് അപേക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഫീസിൻ്റെ കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുമെങ്കിൽ, ഇത് IB-ൻ്റെ എക്സാമാണ്. അപ്പോൾ ഒരു 10th ലെവൽ എക്സാം എന്ന നിലയിൽ പഠിക്കാതെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാരണം ആ ഒരു ലെവലിൽ സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ഇതിന് അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരുപാട് പേര് ഇതിന് അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ഫീസ് പോകുന്നുണ്ട്. എല്ലാവരും ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 3 അപേക്ഷകൾ, ഇത് കൂടാതെ 3 അപേക്ഷകൾ ഇതിന് മുമ്പ് IB-യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ ആവുന്നുണ്ട്. ഈ 650 രൂപ, പിന്നെ പുറത്ത് പോയിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീസ്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫീസുകൾ. അപ്പോൾ ഏകദേശം നല്ലൊരു ഫീസ് ഒരു അപേക്ഷയ്ക്ക് തന്നെ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4-5 അപേക്ഷകൾ അപേക്ഷിക്കുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വേക്കൻസി ആ ഒരു കാര്യം കൂടി ഒന്ന് നിലയിരുത്തി നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ നോക്കി മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും അപേക്ഷ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് പോസ്റ്റാണ്, നല്ല പോസ്റ്റാണ് കേട്ടോ. മോട്ടോർ ട്രാൻസ്പോർട്ട് പോസ്റ്റാണ്. എക്സാമിനേഷൻ 2025. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ വേക്കൻസി നോക്കാം. ടോട്ടൽ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 455ഓളം വേക്കൻസികൾ ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 9 വേക്കൻസി മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ OBC-ക്ക് 2 ഒഴിവുണ്ട്, പിന്നെ ജനറലിന് 7 ഒഴിവുണ്ട്. ഇങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി പുറമേ നിന്ന് ബാക്കിയുള്ള കാറ്റഗറി അപേക്ഷിക്കാൻ നിന്ന് OBC അല്ലെങ്കിൽ പിന്നെ OBC അല്ലാത്ത ജനറൽ അല്ലാത്ത കാറ്റഗറി അപേക്ഷിക്കുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും, ജനറലായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇത്ര വേക്കൻസിക്കാണ് എല്ലാവരും മത്സരിക്കേണ്ടതായിട്ട് വരിക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം ഫീസ് ഉള്ളത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഫീസ് ഇല്ലാത്ത പോസ്റ്റുകൾക്ക് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് മറ്റ് ചിലവുകളൊന്നും ഇല്ല. എക്സാം എഴുതാൻ പോകുക എന്നുള്ളൊരു ചിലവാണ് മെയിൻലി വരുന്നത്. അപ്പോൾ കുറച്ചധികം പേര് ഈ ഒരു കാര്യം ഷെയർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓരോരു പോസ്റ്റിനും നിങ്ങൾ നോക്കി അപേക്ഷിക്കുക. അപ്പോൾ എന്തായാലും ജനറലിന് 7 ഒഴിവുണ്ട്. അതുപോലെ തന്നെ OBC-ക്ക് 2 ഒഴിവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജനറൽ OBC NCL-ആണ്. അപ്പോൾ ടോട്ടലി കേരളത്തിൽ 9 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തമായിട്ടുള്ള ഓൾ ഓവർ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് 455 ഒഴിവുകളാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണ്. ഇത് ലെവൽ 3 ആണ് പേ സ്കെയിൽ പറയുന്നത്. 21,700 മുതൽ 69,100 വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും. മറ്റുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. 21,700 മുതൽ 69,100 വരെ ആനുകൂല്യങ്ങൾ വെച്ചാൽ മറ്റ് അലവൻസസും കാര്യങ്ങളുമാണ്. അപ്പോൾ 21,700 മുതൽ സാലറി ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ പറയാം. എല്ലാ ക്വാളിഫിക്കേഷനും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ പറയുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, മോട്ടോർ കാർ, അതായത് LMV കാർ ഓടിക്കാനുള്ള ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഇത് ട്രേഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ദി കാൻഡിഡേറ്റ് ഷുഡ് ബി ഏബിൾ ടു റിമൂവ് ദി മൈനർ ഡിഫക്റ്റ് ഇൻ ദി വെഹിക്കിൾ. വണ്ടിയിലുള്ള ചെറിയ ചെറിയ ന്യൂനതകൾ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള അറിവുകൾ ഉണ്ടാവണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് എ മോട്ടോർ കാർ അറ്റ്ലീസ്റ്റ് 1 ഇയർ ആഫ്റ്റർ ഒബ്റ്റെയിനിങ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളത്തിലേക്കാണ്, കേരളത്തിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇവിടെ പറയുന്നൊരു കാണാൻ സാധിക്കും, അത് ഡിസറബിൾ ആണ്. ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, പ്ലസ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ ഇഷ്യൂഡ് ബൈ ഒരു അതോറിറ്റീൻ്റെ കീഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിർബന്ധിത യോഗ്യത എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിലുള്ളതാണ്. ഇതാണ് നിർബന്ധിത യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ മോട്ടോർ മെക്കാനിസത്തിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ 1 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഡൊമിസൈൽ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, എങ്കിലേ അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിലേക്ക് കിടക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൽ 5 വർഷത്തെ പ്രായത്തിലുള്ളവ SC/ST ഉദ്യോഗാർത്ഥികൾക്കും 3 വർഷത്തെ പ്രായത്തിലുള്ളവ OBC ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാവുന്നതാണ്. ഇതിൻ്റെ
പരീക്ഷാ സിസ്റ്റത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. 5 പാർട്ടായിട്ടാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് ലഭിക്കും. അതിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്തിന് 20 മാർക്ക്, പിന്നെ ബേസിക് ട്രാൻസ്പോർട്ട് ആൻഡ് ഡ്രൈവിംഗ് റൂൾസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും 20 മാർക്കിൻ്റെ. മാത്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 20 മാർക്കിന്, പിന്നെ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 20 മാർക്കിന്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മാർക്കിന്, പിന്നെ 1/4 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 100 മാർക്കിൻ്റെ എക്സാമാണ്, 1 മണിക്കൂറാണ് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത്. ഇതാണ് ടയർ 1 വരുന്നത്. ടയർ 3 എന്ന് പറയുമ്പോൾ ഇതിന് 3 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടാമത്തെ ഘട്ടത്തിൽ തന്നെ 3 ഘട്ടങ്ങൾ നമുക്ക് വരുന്നത് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ശരിക്കും 2 ഘട്ടങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഘട്ടം, രണ്ടാമത്തെ ഘട്ടം തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മോട്ടോർ മെക്കാനിസം ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കം ഇൻ്റർവ്യൂ, ഇത്രയും ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. മോട്ടോർ മെക്കാനിസത്തിനുണ്ട്, പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, കം ഇൻ്റർവ്യൂവും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ 3 ടെസ്റ്റ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കൂട്ടുമ്പോൾ 4. അപ്പോൾ ഇത് ഒറ്റ ദിവസം ആയതുകൊണ്ട് ഒരു ടെസ്റ്റായിട്ട് തന്നെ നമുക്ക് തൽക്കാലം കൺസിഡർ ചെയ്യാം. അപ്പോൾ 2 ടെസ്റ്റിൽ നമുക്ക് എക്സാം തീരുന്നതാണ്. അപ്പോൾ മോട്ടോർ മെക്കാനിസം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ്, പിന്നെ ഇൻ്റർവ്യൂ, ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇവിടെ പറയുന്ന കാര്യം, നിങ്ങൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിവിടെയുള്ള ടെസ്റ്റിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസത്തിൽ നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്യും. റിമൂവൽ ഓഫ് മൈനർ ഡിഫക്റ്റ് നോക്കുന്നതായിരിക്കും. പിന്നെ വെഹിക്കിളിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്, അത് ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ടെസ്റ്റുകൾ, മോട്ടോർ മെക്കാനിസം അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഇത് രണ്ടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് എല്ലാം നടക്കുന്നത് 50 മാർക്കിനാണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. ടൈം ഇവിടെ ഇല്ല, കാരണം ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ടൈം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ടൈം അവിടെ പറയുന്നില്ല. എനിവേ 50 മാർക്കിനാണ്. അപ്പോൾ 150 മാർക്കിനാണ് ടോട്ടൽ എക്സാം നടക്കുന്നത്. ഇനി കേരളത്തിൽ എവിടെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, അതുപോലെ കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ വെച്ചിട്ടാണ് നമുക്ക് പരീക്ഷാ സെൻറ്റർ ഇവിടെയൊക്കെയാണ് ഉള്ളത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കുക. അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് അപേക്ഷ തുടങ്ങി 6/9/2025 അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/9/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഫീസ് അടക്കാനായിട്ട് എക്സ്ട്രാ 2 ദിവസം നൽകുന്നുണ്ട്. 30/9/2025 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യവും നൽകുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ, ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്ക്, പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫീസിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം? 550 രൂപ നിർബന്ധമായിട്ടും, SC ആവട്ടെ, ST ആവട്ടെ, വുമൺസ് ആവട്ടെ, എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു ഫീസ് നിർബന്ധമായിട്ട് അടച്ചിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ എന്ത് ചെയ്യണം? 100 രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഐ മീൻ എക്സാമിനേഷൻ ഫീസ്, അപേക്ഷാ ഫീസ് 550 രൂപ എല്ലാവരും അടക്കണം. പ്രോസസ്സിംഗ് ചാർജ് ആയിട്ടാണ് പറയുന്നത്. 100 രൂപ പ്ലസ് അഡീഷണൽ ആയിട്ട് അടക്കണം. അപ്പോൾ 550 പ്ലസ് 100 എന്ന് പറയുമ്പോൾ 650 രൂപയാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. SC ST ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്താൽ മതി? എക്സ് സർവീസ്മാൻ എല്ലാവരും എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പ്രോസസ്സിംഗ് ചാർജ് മാത്രം അടച്ചാൽ മതി, 550 രൂപ. ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യണം? 650 രൂപ കൂടി അടക്കണം. ഐ മീൻ ടോട്ടൽ 650 രൂപ അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ IB തന്നെ ഒരുക്കുന്നതായിരിക്കും. ഐ മീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ അറിവിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.